പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ദനഹ എന്ന് സുറിയാനിയിലും എപ്പിഫനി എന്ന് ഗ്രീക്കിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷിലും അറിയപ്പെടുന്ന ഒരു തിരുനാളാണ്. പ്രത്യക്ഷീകരണം എന്ന് മലയാളത്തിൽ പറയാം. ദനഹ, എപ്പിഫനി അഥവാ പ്രത്യക്ഷീകരണം. ജനുവരി 6-ാം തീയതിയാണ് സഭ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ആദ്യമേ നമുക്ക് ബൈബിളിൽ നിന്നൊരു ഭാഗം വായിച്ചു കേൾക്കാം. അതിനുശേഷം ഈ തിരുനാളിൻ്റെ ഉത്ഭവം, അർത്ഥം, പ്രസക്തി എന്നിവ നമുക്ക് ധ്യാന വിഷയമാക്കാം. ലൂക്ക എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 21-22 വചനങ്ങൾ. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, എപ്പിഫനി എന്നും ദനഹ എന്നും. ലത്തീൻ സഭയിൽ സാധാരണ എപ്പിഫനി എന്നാണ് അറിയപ്പെടുന്നത്. എപ്പിഫാനെയിൻ എന്നൊരു ഗ്രീക്ക് വാക്കുണ്ട്. ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം പ്രത്യക്ഷപ്പെടുക, മാനിഫെസ്റ്റ്, സെൽഫ് മാനിഫെസ്റ്റേഷൻ, സ്വയം ആവിഷ്കരിക്കുക. ദൈവത്തിൻ്റെ സ്വയ ആവിഷ്കരണത്തിനാണ് എപ്പിഫനി എന്ന പേര് ഉപയോഗിക്കുക, എപ്പിഫനെയിൻ. ഇപ്പോൾ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ, ഇതാണ് എപ്പിഫനി എന്ന വാക്കിൻ്റെ അർത്ഥം, എപ്പിഫനെയിൻ. ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥമാകട്ടെ ഉദയം, ഉദയരശ്മി, പ്രകാശം എന്നൊക്കെയാണ്. ഉദയം, ദനഹ. യേശു ലോകത്തിൻ്റെ പ്രകാശമായി ഉദയം ചെയ്തിരിക്കുന്നു എന്ന് സുറിയാനി സഭയിൽ, യേശു ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണമാണെന്ന് പാശ്ചാത്യ സഭയിൽ വിശ്വസിക്കുമ്പോൾ രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ഇനി രണ്ട് തരത്തിൽ ഈ തിരുനാളിനെ വിശദീകരിക്കാറുണ്ട്. ലത്തീൻ സഭയിൽ പ്രത്യേകിച്ചും എപ്പിഫനി ലക്ഷ്യമാക്കുന്നത് അല്ലെങ്കിൽ അനുസ്മരിക്കുന്നത് വിജാതീയരായ ജ്ഞാനികൾ കിഴക്ക് നിന്ന് വന്നപ്പോൾ യേശു അവർക്ക് സ്വയം വെളിപ്പെടുത്തിയതിനെയാണ്. അപ്പോൾ ജ്ഞാനികൾക്കുള്ള വെളിപ്പെടുത്തൽ, ജ്ഞാനികളുടെ സന്ദർശനവും എപ്പിഫനിയുമായിട്ടാണ് ബന്ധപ്പെടുത്തി കാണുക. ജനതകൾക്ക് പ്രകാശം എന്ന ആ ഒരു അർത്ഥം ഗ്രഹിക്കാൻ ഇത് ഒരുപക്ഷേ കൂടുതൽ സഹായകമാകും. അതുകൊണ്ടായിരിക്കാം ലത്തീൻ സഭയിൽ എപ്പിഫനി ജ്ഞാനികളുടെ സന്ദർശനവുമായി ബന്ധപ്പെടുത്തി എടുക്കുന്നത്. അന്നത്തേക്കുള്ള വായനയും ജ്ഞാനികളുടെ സന്ദർശനമാണ് സഭ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം പൗരസ്ത്യ സഭകളിൽ അല്പം കൂടി കടന്ന് യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെയാണ്, യേശുവിൻ്റെ മാമോദിസയാണ് അർത്ഥമാക്കുക. യേശുവിൻ്റെ സ്നാനവേളയിലാണ് യേശു പ്രത്യക്ഷപ്പെടുക ദൈവത്തിൻ്റെ പുത്രനായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിൽ കാണാം. യേശുവിൻ്റെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദം. ഇപ്പോൾ 3 സുവിശേഷകാരൻ രേഖപ്പെടുത്തുക. യേശു ജോർദാനിൽ വെച്ച് സ്വീകരിച്ചു. അവിടുന്ന് കയറുമ്പോൾ മുകളിൽ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ എഴുന്നള്ളി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി. ആ സ്വരം മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു പരസ്യ പ്രസ്താവന പോലെയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അവനെ വെളിപ്പെടുത്തുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. മർക്കോസും ലൂക്കായും യേശു നൽകുന്ന ഒരു വിളി പോലെയാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഇതിലേതാണ് ഒറിജിനൽ നമുക്കറിയാൻ പാടില്ല. മർക്കോസും ലൂക്കായും എഴുതിയതാവാൻ കൂടുതൽ സാധ്യത, മറ്റേത് ഒരു വിശദീകരണമായിട്ടായിരിക്കാം. എന്തെങ്കിലും ആവട്ടെ, ഇതിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. യേശു ദൈവത്തിൻ്റെ പുത്രനായി ഇവിടെ പരസ്യമായി പ്രഖ്യാപിക്കപ്പെടുന്നു, അംഗീകരിക്കപ്പെടുന്നു. മാത്രമല്ല, ഇവിടെ ദൈവം ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. യേശുവിനെ മാത്രമല്ല, ഇവിടെ യേശുവിൻ്റെ മേൽ വരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് പ്രാവിൻ്റെ രൂപത്തിൽ. പരിശുദ്ധാത്മാവ് പ്രാവാണെന്നോ പ്രാവിൻ്റെ രൂപമുണ്ടെന്നോ അർത്ഥമാകുന്നില്ല. പ്രാവ് ഒരു പക്ഷിയാണ്, നമുക്കറിയാം. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെയാണെന്ന് ആരും വിചാരിക്കുകയും വരുത്. പ്രാവിന് അതിൻ്റേതായിട്ടുള്ള ദൗത്യമുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കാരണം? 2 വിശദീകരണങ്ങളാണ് കൊടുക്കുക സാധാരണമായി. ഒന്ന്, പ്രാവ് സമാധാനത്തിൻ്റെ അടയാളമാണ്. അത് ബൈബിൾ തന്നെയുണ്ട്. ഒലിവിലയും കൊത്തിക്കൊണ്ടുവരുന്ന പ്രാവ്, നോഹയുടെ പേടകത്തിൽ നിന്ന് ഇറക്കിവിട്ട പ്രാവ് ഒലിവിലയും കൊത്തി കടന്നു വരുന്നത് പ്രളയം അവസാനിച്ചിരിക്കുന്നു, ദൈവം മനുഷ്യന് സമാധാനം നൽകിയിരിക്കുന്നു, പേടകത്തിൽ നിന്ന് പുറത്തു വരാം എന്ന സമാധാന സന്ദേശമാണ്. അതുകൊണ്ട് പ്രാവിനെ സമാധാനത്തിൻ്റെ ഒരു അടയാളമായി കണക്കാക്കുന്നുണ്ട്. സമാധാന പ്രാവ് എന്ന് പറയാറുണ്ട്. സമാധാന ഉടമ്പടികൾ ഒപ്പുവയ്ക്കുമ്പോൾ പലപ്പോഴും വെള്ളപ്രാവുകളെ പറത്തിവിടാറുണ്ട്. സമാധാനം. രണ്ടാമതൊരു അടയാളം കൂടിയുണ്ട്. പ്രാവിനെ ഇസ്രായേൽ സമൂഹത്തിൻ്റെ അടയാളമായി കാണാറുണ്ട്. ഇസ്രായേൽ പ്രാവിനെ പോലെയാണത്രേ. ഇസ്രായേൽ പ്രാവിനെ പോലെ പോകുന്നു. പ്രാവ് ഒരു ജനത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പോഴേ യേശു ഇവിടെ ഒരു ജനത്തെ രൂപീകരിക്കാനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു എന്ന സൂചനയാണ് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നതുകൊണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവാണെന്നല്ല, പരിശുദ്ധാത്മാവ് ദൈവത്തിലൊരു വ്യക്തിയാണെന്നും ആ വ്യക്തിയാണ് യേശുവിനെ തൻ്റെ ദൗത്യത്തിന് വേണ്ടി ഒരുക്കുന്നത് എന്നും വ്യക്തമാക്കുകയാണ് ഈ പ്രാവിൻ്റെ രൂപത്തിൽ.
പിന്നെ സ്വർഗത്തിൽ നിന്ന് വരുന്ന ശബ്ദമുണ്ട്, അതിനു മുമ്പേ തുറക്കുന്ന സ്വർഗമുണ്ട്. ഇപ്പോൾ യേശുവിലൂടെ ഭൂമിയും സ്വർഗവും തമ്മിൽ ഒരു സംവാദത്തിൽ ഏർപ്പെടുന്നു, സംസർഗത്തിലേർപ്പെടുന്നു. ഇതുവരെ മനുഷ്യനെതിരെ അടച്ചിരുന്ന വാതിലിപ്പോൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ യേശുവിലാണ് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുക. യാക്കോബ് സ്വപ്നത്തിൽ കണ്ട കോവണി പോലെ ജ്യേഷ്ഠനെ ഭയന്ന് ഓടുന്ന യാക്കോബ് വഴിയിൽ തളർന്നു വീണു കിടന്നുറങ്ങി. അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അവൻ്റെ തലയ്ക്ക് മുകളിൽ തുറക്കുന്ന ആകാശത്തിലേക്ക് മുട്ടുന്ന ഒരു വലിയ കോവണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. കോവണിയുടെ അറ്റത്ത് മുകളിൽ പിതാവായ ദൈവം. ഈ കണ്ട കോവണി വാസ്തവത്തിൽ ദൈവ-മനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് തുറക്കുന്ന കോവണിയാണ് മനുഷ്യനെ ദൈവോന്മുഖമായി ജീവിക്കാൻ, ദൈവിക ജീവനിൽ പങ്കുകാരനാക്കാൻ സഹായിക്കുന്ന, ശക്തനാക്കുന്ന ദൈവപുത്രനാണ് യേശു. സ്വർഗം തുറന്നു. ഇനി അവിടുന്ന് മുഴങ്ങുന്ന ശബ്ദമുണ്ട്. ശബ്ദം പ്രാവിൻ്റേതല്ല, യേശുവിൻ്റേതുമല്ല. ശബ്ദം പിതാവിൻ്റേതാണ്. നീ എൻ്റെ പ്രിയപുത്രൻ. ഇപ്പോഴേ 3 വ്യക്തിത്വങ്ങളുടെ പ്രകടമാവുകയാണ്. താഴെ ഭൂമിയിലും മനുഷ്യനായി മാമോദിസ സ്വീകരിക്കുന്ന യേശുവിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവ്, ആ യേശുവിനെ പുത്രനായി ഏറ്റുപറയുന്ന പിതാവ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. വാസ്തവത്തിൽ ഇതാണ് പ്രത്യക്ഷീകരണം. യേശുവിൻ്റെ മാമോദിസ മാത്രമല്ല, ഇവിടെ ദൈവം ആരാണെന്ന്, ദൈവം എന്തു നൽകുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ്. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. 3 ദൈവങ്ങളല്ല, ഒരേ ദൈവം പിതാവായി, സഹോദരനായി, ആത്മാവായി, സ്നേഹിതനായി പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു പ്രത്യക്ഷീകരണമാണ് നമ്മൾ ഇവിടെ ഇന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ ലത്തീൻ സഭയിലനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വിജാതീയരുടെ സന്ദർശനത്തിലൂടെ വിജാതീയർക്കുള്ള രക്ഷയായ യേശുവിനെ പ്രകടമാക്കുന്നു. പക്ഷേ ഇവിടെ ഇതാണ് ദനഹ എന്ന് പറയുക, ഉദയം. ആ ഉദയത്തെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ സഖറിയായുടെ ഒരു കീർത്തനത്തിൽ, ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 78-ാമത്തെ വാക്യം, നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടി. ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി യേശുവാണ്. അപ്പോൾ ഈ ഒരു രശ്മി, ഉദയം, രക്ഷയുടെ യുഗത്തിൻ്റെ ഉദയം, പ്രകാശത്തിൻ്റെ ഉദയം. ഇപ്പോഴ് ദനഹ പ്രകാശത്തിൻ്റെ തിരുനാളാണ്. ദൈവം പ്രകാശമായി പ്രത്യക്ഷപ്പെടുന്ന ദിവസമാണ്. പ്രകാശം അന്ധകാരത്തിൽ പ്രകാശിക്കുന്നു. ഈ അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന പ്രകാശത്തെക്കുറിച്ച് ധാരാളം പ്രവചനങ്ങളുണ്ട്. യേശയ്യായുടെ പുസ്തകത്തിലാണ് നമ്മൾ അധികമായി കാണുക. യേശയ്യായുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കാണും, അന്ധകാരത്തിൽ കഴിയുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. നമ്മൾ ഇതിനകം പ്രകാരമാണ് കാണുന്നത്. അന്ധകാരത്തിൽ കഴിയുന്ന ജനം മഹത്തായ പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദയം ചെയ്തു. യേശയ്യ 9:2. അതുപോലെ തന്നെ യേശയ്യായുടെ പുസ്തകം 35-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണും, അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, പ്രകാശം കാണും. യേശുവിനെ ദൈവത്തിൻ്റെ ദാസനായി ചിത്രീകരിക്കുന്ന ഭാഗങ്ങളുണ്ട്, പ്രവചനങ്ങൾ. അതിൽ ദാസകീർത്തനം 1-ാമത്തെ കീർത്തനത്തിൽ 42-ാമത്തെ അധ്യായം, യേശയ്യ 42-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്കു പിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക, വിമോചനം നൽകുക, അന്ധകാരത്തിൻ്റെ അടഞ്ഞ തടവറയിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരിക, അതായിരുന്നു ദൗത്യം. യേശയ്യായുടെ പുസ്തകം 49-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വീണ്ടും കാണും, എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകുന്നു. ഇപ്പോഴേ ഇങ്ങനെ വരാനിരുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അധിക പങ്കും പ്രകാശമായിട്ടാണ് ചിത്രീകരിക്കുക. ഇതാണ് എല്ലാ ജനതകളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രകാശത്തിന് വേണ്ടി. നമുക്കറിയാം, സന്ധ്യയാകുമ്പോൾ ഒരുപാട് ഭയമുണ്ടാകുന്നു മനുഷ്യന്. രാത്രിയിൽ എന്താ സംഭവിക്കുക എന്നറിയില്ല. ഇന്നത്തെ ഇതുപോലെ ആലക്തിക ദീപങ്ങൾ, ഇലക്ട്രിക് ലൈറ്റുകൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പ്രകാശിപ്പിക്കാനുള്ള ആകപ്പാടെ എണ്ണ ഒഴിച്ച് തിരികളൊക്കെയാണ്. ആ തിരികെട്ട് പോകാം. വഴിയിൽ യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അന്ധകാലത്ത് നടക്കുന്നതിന് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഇരുട്ടിനെ പേടിയാണ്. ഇരുട്ടിനെ തന്നെ തിന്മയുടെ ശക്തിയായി ചിത്രീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുട്ടിൻ്റെ ദൈവമുണ്ട് എന്നൊരു കാഴ്ചപ്പാടൊന്ന്. പിശാച് ഇരുട്ടിലാണത്രേ. അന്ധകാരത്തിലാണ് പിശാചുക്കൾ ജനിക്കുക. മാതാപിതാക്കന്മാരൊക്കെ പിള്ളേരോട് ഇങ്ങനെ കഥ പറഞ്ഞു പേടിപ്പിച്ച് രാത്രി നടക്കാനായിട്ട് പേടിയുണ്ട്. ഞാനും ചെറുപ്പകാലത്ത് ഒരുപാട് കഥകൾ, എല്ലാം കള്ളക്കഥകളാണ് കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പ്രേതങ്ങളുടെ കഥകൾ, പിശാചുക്കളുടെ കഥകൾ, രാത്രിയിൽ താണ്ഡവമാടുന്ന വേതാളങ്ങളുടെ കഥകൾ, ചാത്തന്മാരുടെ കഥകൾ, ഇതെല്ലാം കേട്ട് ഭയന്നാണ് രാത്രിക്ക് പുറത്തിറങ്ങാൻ പേടി. കഴിഞ്ഞ് കുറച്ചു കാലം പ്രായമായപ്പോൾ എവിടെയെങ്കിലും അകലെ പോയിട്ട് രാത്രി തിരിച്ചു വരുമ്പോഴത്തേക്കും രാത്രിയാകും, രാത്രി വെളിച്ചമുണ്ടാവില്ല, ടോർച്ച് ലൈറ്റ് ഒന്നും കയ്യിലില്ലാത്ത കാലഘട്ടമാണ്. എവിടുന്നെങ്കിലും കടയിൽ നിന്ന് മെഴുകുതിരിയും വാങ്ങി
ഒരു ചിരട്ടയുമായി പോവും, തീപ്പെട്ട് കാണുകയില്ല പലപ്പോഴും. ഒരു കാറ്റ് വരുന്നു, തിരികെട്ട് പോകുന്നു, പിന്നെ അന്ധകാരമാണ്. എവിടുന്നെങ്കിലും ചീവിടിൻ്റെയോ നരിച്ചീറിൻ്റെ എന്തെങ്കിലും ഒച്ച കേൾക്കുമ്പോഴേക്കും പിശാചാണെന്ന് ഭയപ്പെടുന്നു. ഭയന്ന് ജീവിക്കുക മനുഷ്യൻ. അന്ധകാരം ഭയമുളവാക്കുന്നതാണ്. അതുതന്നെയല്ല, അന്ധകാരത്തിലേക്ക് കടമ്പോയ്ക്കുമ്പോഴേക്കും എന്തോ ഒരു ശൂന്യതാബോധം, എന്തോ നമ്മളെ കീഴ്പ്പെടുത്താൻ പോകുന്നു എന്നുള്ള ഭയം. അതുകൊണ്ടാണല്ലോ ഈ അന്ധകാരം വരുമ്പോഴേക്കും വിളക്കുകൾ കത്തിക്കുന്നു, നാമജപം ചൊല്ലുന്നു, എല്ലാ വീടുകളിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരുന്നു. അന്ധകാരം നമ്മെ ഭയപ്പെടുത്തുന്നവെന്തോ ഒന്നാണ്. ഈ അന്ധകാരം പല രീതിയിൽ നമ്മളെ സ്വാധീനിക്കാം, ഭയപ്പെടുത്താം എന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രകാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും എന്നും ഉയർന്നുകൊണ്ടേയിരുന്നു. എല്ലാ ജനതകളിലും പ്രകാശം സന്തോഷം നൽകുന്നതാണ്. കിഴക്ക് പുലർജെ നക്ഷത്രം ഉദിക്കുമ്പോൾ പ്രതീക്ഷയായി, ഉടനെ സൂര്യൻ ഉദിക്കും എന്നുള്ള പ്രത്യാശയാണ്. കിഴക്ക് വെള്ളകീറുമ്പോഴെന്ന് പറയും. പ്രകാശം കടന്നു വരുമ്പോൾ സന്തോഷമായി, ഈ അന്ധകാരത്തിൽ നിന്ന് മോചനം കിട്ടുന്നു. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിലേക്ക്, ലോക ജനതകളുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ പ്രകാശവുമായി കടന്നു വരുന്നവനാണ് യേശുവെന്ന് ഈ ദനഹാ തിരുനാളിൽ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. യേശു വന്നു പറഞ്ഞു, ഞാൻ ലോകത്തിൽ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല. അതേസമയം ഈ പ്രകാശം കടന്നു വന്നപ്പോൾ പ്രകാശത്തെ സ്വീകരിക്കാനായിട്ട് ജനം തയ്യാറായില്ല. അതാണ് വലിയൊരു വൈരുദ്ധ്യം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ 18 വാക്യങ്ങൾ പ്രലോകം എന്നാണ് പറയുക, പ്രാരംഭം. അതിൽ 4-5 വാക്യങ്ങൾ പ്രകാരം കാണും. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇരുളും വെളിച്ചവും തമ്മിലുള്ള സംഘട്ടനം നടക്കുന്നുണ്ട്. പ്രകാശമുള്ളിടത്ത് ഇരുട്ടിന് നിൽക്കാനാവില്ല, അന്ധകാരത്തിന് പ്രകാശത്തെ ഗ്രസിക്കാനാവില്ല. പ്രകാശം ഇരുട്ടിനെ അകറ്റുകയാണ്. പക്ഷേ ഈ പ്രകാശത്തെ കെടുത്തിക്കളയുന്ന അന്ധകാരത്തെക്കുറിച്ച് പോലും ബൈബിളിൽ പരാമർശമുണ്ട്. 1-ാം അധ്യായം ഞാൻ തുടർന്ന് വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ. ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായിരുന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ സ്വജനം അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഇരുളും വെളിച്ചവും തമ്മിലുള്ള സംഘട്ടനമുണ്ട്. ഈ സംഘട്ടനത്തിൻ്റെ മധ്യത്തിലേക്കാണ് പ്രകാശമായി കടന്നു വരിക. അന്ധകാരത്തിൽ ഇന്ന് പ്രകാശം കണ്ടു, മഹത്തായ പ്രകാശം കണ്ടു. യേശയ്യ പ്രകാരമാണ് പറയുന്നത്. യേശു ജനിക്കുന്ന അർദ്ധരാത്രിയിലാണെന്ന് പ്രകാശമുണ്ടായി, പ്രകാശത്തിൻ്റെതായ നക്ഷത്രം ഉദിച്ചു. പക്ഷേ ഈ പ്രകാശത്തെ സ്വീകരിക്കാൻ കഴിയാത്ത പ്രകാശത്തെ കെടുത്തിക്കളയാനായിട്ട് ശ്രമിക്കുകയാണ്. അന്ധകാരത്തിൻ്റെ ശക്തി വരുന്നു പറയും, ഇപ്പോഴാണ് അന്ധകാരത്തിൻ്റെ സമയമാണ്. യേശു പറയും, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത അന്ധകാരം വരുന്നു, പകലുള്ളപ്പോൾ അധ്വാനിക്കുവിൻ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് പിതാക്കന്മാരുടെ പ്രാർത്ഥന ഇവിടെ പലതവണ ഞാൻ ഉരുവിട്ടതാണ്. തമസ്സോമ ജ്യോതിർഗമയ. എന്തൊരു അന്ധകാരമാണ് നമുക്കിന്ന് മോചനം കിട്ടേണ്ടതായിട്ടുള്ളത്. ഇവിടുന്നാണ് മോചനം കിട്ടേണ്ടത്. എന്താണ് ഈ അന്ധകാരം? ഒരു ഇലക്ട്രിക് ലൈറ്റ് തെളിച്ചാൽ മാറുന്ന അന്ധകാരമാണോ? ഒരു മെഴുതിരി കത്തിച്ചാൽ പോകുന്ന അന്ധകാരമാണോ? അല്ല. ഭൗതികമായ അന്ധകാരത്തിൽ, ഇരുട്ടിൽ നമുക്ക് വെളിച്ചമാകാം. പക്ഷേ ആത്മാവിലാണ് അന്ധത ബാധിച്ചതെങ്കിലോ, എൻ്റെ കണ്ണിന് തിമിരം ബാധിച്ചാൽ ഞാൻ മെഡിക്കും കാണാൻ സാധിക്കാതെ വരും. പണ്ടൊരു ഗാനമുണ്ടായിരുന്നല്ലോ, കവിത, എല്ലാവർക്കും തിമിരം. തിമിരം ബാധിച്ച കണ്ണുകളുമായി നോക്കുമ്പോൾ എല്ലാം ഇരുട്ടായി മാറുന്നു, വ്യത്യസ്തമായി കാണുന്നു. നമുക്ക് കണ്ണടകൾ വേണമെന്ന് പറയുകയായിരുന്നു കവി. ഇരുട്ട് ബാധിച്ചിരിക്കുകയാണ്. എന്താണ് എൻ്റെ കണ്ണിൽ ബാധിച്ചിരിക്കുന്ന ഈ തിമിരം? എൻ്റെ കണ്ണും തിമിരമുണ്ട്. താമസിക്കാതെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാഴ്ചയൊക്കെ മങ്ങിയാണ് ഞാൻ കാണുന്നത്. താമസിക്കാതെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കാഴ്ച മങ്ങുന്നു. നമ്മൾ വെക്കുന്ന കണ്ണടയുടെ നിറമനുസരിച്ച് കാണുന്ന വസ്തുക്കളുടെ നിറം മാറുന്നു. പലരും പല രീതിയിലുള്ള കണ്ണടകൾ വെച്ചാണ് കാണുക. ഇന്നെല്ലാവരെയും സ്വാധീനിച്ചിരിക്കുന്ന വലിയ തിമിരമാണ് സമ്പത്തിൻ്റെ തിമിരം. സമ്പത്തെന്ന കാഴ്ചപ്പാടിലൂടെ മാത്രം ലോകത്തെ നോക്കിക്കാണുമ്പോൾ ലാഭത്തിൻ്റെ കണ്ണുകൾ മാത്രമേ തുറന്നിരിക്കുകയുള്ളൂ. ഇതുകൊണ്ട് എനിക്കെന്ത് ലാഭമുണ്ടാകും, ഇതുകൊണ്ട് എനിക്കെന്ത് നേട്ടമുണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് പോലും നേട്ടം നോക്കിക്കൊണ്ടല്ലേ. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നത്. ഈ കുഞ്ഞ് പഠിച്ച് ആരായി തീരണം, അവരെന്തുമാത്രം കോടികൾ സമ്പാദിക്കും. കോടികളുടെ കണക്കിന് മനുഷ്യൻ്റെ വില നിശ്ചയിക്കുന്ന ഒരു വലിയ തിമിരം ബാധിച്ച സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുക? അന്ധത ബാധിച്ചിരിക്കുകയാണോ സമൂഹത്തെ? സാഹോദര്യം എന്നേ മറന്നു. അടുത്തു നിൽക്കുന്ന സഹോദരനല്ല ശത്രുവാണെന്ന് എങ്ങനെയോ താത്വികന്മാർ പറയാൻ തുടങ്ങി. ആടിനെ പട്ടിയാക്കുന്ന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. പട്ടിയെ തല്ലിക്കൊല്ലണമെങ്കിൽ പേപ്പട്ടിയെന്ന് വിളിച്ചാൽ മതി. അടുത്തു നിൽക്കുന്നവരെ സഹോദരനല്ല ശത്രുവാണെന്ന് പറഞ്ഞു എത്തുമ്പോൾ അവനെ ഏതു വിധേനയും ഉന്മൂലനം ചെയ്യാനുള്ള ശക്തി എന്നിലുണ്ടാകുക. തിന്മയുടെ ശക്തി, അന്ധകാരത്തിൻ്റെ ശക്തി. ശിഷ്യനോട് ഗുരു ചോദിച്ചു, എപ്പോഴാണ് പ്രകാശമായി എന്ന് പറയുക? എപ്പോഴാണ് രാത്രി അന്ധകാരം അവസാനിക്കുക? മായണമെന്നല്ലേ പറയുക. രാത്രി മാറണം. അതാണല്ലോ പ്രാർത്ഥനയുടെ മുഴുവനും. രാമാ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ? രാത്രി മാറ്റിത്തരണമേ എന്നല്ലേ. സകല ജനതകളും പ്രാർത്ഥിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് വിടാൻ വേണ്ടിയാണ്. തമസോമാ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിച്ചത് നമ്മുടെ മഹർഷിമാർ തന്നെയല്ലേ രാമ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക.
അർത്ഥമൊന്നേ ഉള്ളൂ, പ്രകാശം ലഭിക്കണം. ദൈവമാണ് പ്രകാശമെന്ന ആ ബോധ്യത്തിൽ നിന്നാണ് ഈ രാമായണവും രാമായും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴാണ് പ്രകാശമാവുന്നത്, എപ്പോഴാണ് അന്ധകാരം അസ്തമിക്കുക? അകർന്നു നിൽക്കുന്ന മാവാണോ പ്ലാവാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ പ്രഭാതമായി എന്ന് പറയാൻ ശിഷ്യൻ പറഞ്ഞു. അല്ല, അടുത്ത് നിൽക്കുന്നത് ഒരു പട്ടിയാണോ പൂച്ചയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് പ്രകാശമാവുക. അല്ല, പിന്നെ എപ്പോഴാണ്? ഗുരുവിനോട് ചോദിച്ചപ്പോൾ പറയൂ, എപ്പോഴാണ് പ്രഭാതമായി എന്ന് പറയുക? അടുത്തു നിൽക്കുന്നത് എൻ്റെ സഹോദരനാണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ ഉള്ളിൽ പ്രകാശം തുറക്കുമ്പോൾ, പ്രകാശം പരക്കുമ്പോൾ പ്രഭാതമായി. തുറക്കേണ്ടത് ഉൾക്കണ്ണുകളാണ്. ദനഹായുടെ അർത്ഥം ഇതാ. ദനഹ പ്രകാശമാണ്, ഉദയമാണ്. എൻ്റെ ഉള്ളിൽ ഉദിക്കേണ്ടത് ദൈവസ്നേഹമാണ്. ദൈവത്തിൻ്റെ മുഖഛായ വഹിക്കുന്നവരാണ് എൻ്റെ ചുറ്റുമുള്ള സകല മനുഷ്യരും എന്ന ബോധോദയം എനിക്കുണ്ടാകണം. അതുകൊണ്ട് ബുദ്ധനെക്കുറിച്ച് പറയുക, ബോധമുണ്ടായവനാണ് ബുദ്ധൻ. ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കണം, അവിടെ ഇരുന്ന് ബോധമുണ്ടാവണം, ബോധം ഉള്ളിൽ തെളിയണം. ആ ബോധം തെളിക്കാൻ വേണ്ടി വന്നവനാണ് ഞാനെന്നാണ് യേശു പറയുക. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിലേക്ക് വന്നു. ജോർദാൻ എഴുതിയ മാമോദിസായും കഴിഞ്ഞ് അവൻ സിനഗോഗിൽ വന്നു വായിക്കാനായിട്ട് എണീറ്റ് നിന്നു. ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകം തുറന്നപ്പോൾ അവൻ ഇപ്രകാരം കണ്ടു. ഏശയ്യായുടെ പുസ്തകമാണ് തുറക്കുന്നത്. 61-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവൻ ഇപ്രകാരം കണ്ടു. എന്താണ് കണ്ടത്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ദരിദ്രർക്ക് സുവിശേഷം, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ദൈവത്തിന് സ്വീകാര്യമായ വത്സരം. 5 കാര്യങ്ങൾ. അതിന് നടുവിൽ നിൽക്കുന്നതാണ് കാഴ്ച. അന്ധർക്ക് കാഴ്ച നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈ ആത്മാവാണ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? പ്രകാശം നൽകാൻ. ലോകത്തിൻ്റെ പ്രകാശമാകേണ്ടവൻ വിദ്വേഷത്തിൻ്റെയും വർഗവിദ്വേഷത്തിൻ്റെയും മതഭ്രാന്തിൻ്റെയും മധ്യത്തിൽ അന്ധമായി തീർന്ന ലോകത്തിൻ്റെ മധ്യത്തിൽ സ്നേഹത്തിൻ്റെ സത്യത്തിൻ്റെ പ്രകാശമായി കാഴ്ച നൽകാൻ വന്നിരിക്കുന്നവനാണ് ഞാൻ. അന്ധർക്ക് കാഴ്ച. യേശു കാഴ്ച കൊടുത്തു. അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തതായിട്ട് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്ന കാഴ്ച വലിയൊരു ഉൾക്കാഴ്ചയായിട്ട് മാറുന്നത് നമ്മൾ കാണും. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് അവസാനം സമൂഹ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിട്ട് പോലും യേശുവിൽ നിന്ന് അകലാതെ പിടിച്ചു നിന്നവൻ, അവൻ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവനാണ്. അന്ധന് കാഴ്ച നൽകി. ബർത്തിമേസ് എന്നൊരു കുരുടൻ വഴിവക്കിൽ ഭിക്ഷ യാചിച്ചിരിക്കുകയായിരുന്നു ജെറിക്കോയുടെ കവാടത്തിങ്കൽ. യേശു അവനെ കണ്ടു. അവനോട് ചോദിച്ചു, നിനക്ക് എന്തു വേണം? ഗുരു, എനിക്ക് കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. അവന് കാഴ്ചയുണ്ടായി. അടുത്ത നിമിഷം സംഭവിക്കുന്നത്, അവൻ യേശുവിൻ്റെ ശിഷ്യനായി മാറി. യഥാർത്ഥ കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി മറ്റൊന്നും വേണ്ട, ഈ കാഴ്ച നൽകിയവനെ അനുഗമിക്കണം. ഹൃദയത്തിൽ പ്രകാശം തുറന്നു കഴിയുമ്പോൾ മറ്റൊന്നും വേണ്ട. ഇനി അവന് പണം ആവശ്യമില്ല. സമൂഹത്തിൻ്റെ അംഗീകാരമോ വെറുപ്പോ അവനെ ബാധിക്കുന്നില്ല. ഒന്നു മതി, എനിക്ക് കാഴ്ച നൽകിയവൻ്റെ കൂടെ ആയിരിക്കണം. അവൻ യേശുവിനെ അനുഗമിച്ചു. ഇപ്പോൾ യേശു കടന്നു വന്നിരിക്കുന്ന പ്രകാശമായിട്ടാണ്, അന്ധകാരത്തിൽ പ്രകാശം നൽകാൻ, എൻ്റെ ഉള്ളിലെ അന്ധകാരം മാറ്റാൻ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് യേശു പറഞ്ഞു. എങ്ങനെയാണ് പ്രകാശം? പ്രകാശം നമ്മളാരും കാണുന്നില്ല. പ്രകാശമില്ലാതെ കാണാനും സാധിക്കുകയില്ല. പ്രകാശം ഒരു മാധ്യമമാണ്. പ്രകാശം മറ്റു വസ്തുക്കളെ കാണാനായിട്ട് നമുക്ക് സാഹചര്യം ഒരുക്കുന്ന ഒരു മാധ്യമമാണ്. പ്രകാശമല്ല നമ്മൾ കാണുന്നത്. ഞാനവിടെ ബൾബ് കാണുന്നുണ്ട്, അവിടെ ടെലിവിഷൻ ക്യാമറ കാണുന്നുണ്ട്, വസ്തുക്കൾ കാണുന്നുണ്ട്. പക്ഷേ പ്രകാശം എനിക്ക് കാണാനാവില്ല. പക്ഷേ ഈ പ്രകാശമില്ലെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കുകയുമില്ല. ഈ പ്രകാശം ചുവന്നതാണെങ്കിൽ ഞാൻ കാണുന്നതെല്ലാം ചുവന്നതായിരിക്കും, പച്ചയാണെങ്കിൽ ഞാൻ കാണുന്നതെല്ലാം പച്ചയായിരിക്കും. അങ്ങനെയാണല്ലോ ചിലർക്ക് പച്ച രോഗം ബാധിച്ചിരിക്കുന്നു, ചിലർക്ക് ചുവപ്പ് രോഗം ബാധിച്ചിരിക്കുന്നു, ചിലർക്ക് കാവ്യ രോഗമാണ് ബാധിച്ചിരിക്കുക. എല്ലാവരും ഓരോ നിറത്തിലാണ് കാണുക. നിൽക്കുന്നത് സഹോദരനാണെന്ന് കാണാതെ കാവ്യെടുത്തവനാണോ ചുവപ്പെടുത്തവനാണോ. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരിടത്ത് എഴുതിയിരിക്കുന്നു, ചെങ്കോട്ടയിലേക്ക് സ്വാഗതം. മറ്റെഴുതിയിരിക്കുന്നു, ഒന്നും വേണ്ട, ഇത് കാവ്യക്കോട്ട തന്നെയാണ്, സംശയം വേണ്ട. എന്തർത്ഥം? ചെങ്കോട്ടയാണെങ്കിലും കാവ്യക്കോട്ടയാണെങ്കിലും മഞ്ഞക്കോട്ടയാണെങ്കിലും എല്ലാം മനുഷ്യരല്ലേ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ. അപ്പോഴാ ഒരു പ്രകാശം ഉള്ളിൽ ജനിക്കണം. യേശു തന്നെ പഠിപ്പിച്ചു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണം. അപ്പോഴെന്താണ് പ്രകാശമാവുക എന്ന് പറഞ്ഞാൽ? പ്രകാശമാവുന്ന കാഴ്ചപ്പാടാണ്. പ്രകാശമല്ല കാണുക, പ്രകാശത്തിൽ കാണുകയാണ്. ഞാൻ എൻ്റെ ചുറ്റുമുള്ള വ്യക്തികളെയും സമൂഹത്തെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും നോക്കിക്കാണുന്ന കാഴ്ചപ്പാടാണ് ഇവിടെ പ്രധാനം. അതാണ് പ്രകാശം. ഞാൻ എങ്ങനെ കാണുന്നു? എൻ്റെ ശത്രുവായി കാണുന്നു. ചില രാഷ്ട്രീയക്കാർ പറയും, രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നതാണല്ലോ, അവൻ ശത്രുവാണ്, അവനെ കൊല്ലണം. അവനെ കൊല്ലു. എന്തുകൊണ്ട്? അവൻ നമ്മുടെ ശത്രുവാണ്. ആര് പറഞ്ഞു ശത്രുവാണെന്ന്? അയൽക്കാരനെ അയൽക്കാരനായി കാണാതെ ശത്രുവായി കാണുന്നത് കായൻ്റെ മനോഭാവമാണ്. അവിടെ പ്രകാശമില്ല, തിമിരം ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ യേശു പ്രകാശമാണെന്ന് പറയുന്നത്, യേശു ദൈവത്തിൻ്റെ വെളിച്ചം നമുക്ക് തരികയാണ്. എൻ്റെ ഉള്ളിലാണ് വെളിച്ചം ആവശ്യമുള്ളത്. എൻ്റെ ഉള്ളിലൊരു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണം. എൻ്റെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം. അപ്പോൾ ദനഹായുടെ അർത്ഥം ഇതാണ്. ദനഹ നമ്മളെ പ്രകാശിപ്പിക്കുന്നതാണ്.
ഈ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് യേശു. എന്താണ് ആ പ്രകാശം? മറ്റൊന്നുമല്ല, സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ ഞാൻ മറ്റുള്ളവരെ കാണാൻ തയ്യാറാകുമ്പോൾ ആദ്യമേ അറിയുന്നത് ഞാൻ സ്നേഹിക്കപ്പെട്ടവനാണെന്ന ബോധ്യമാണ്. മറ്റെല്ലാവരും എന്നെ വെറുത്താലും, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും എന്നെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട് എന്ന് സങ്കീർത്തനം പറയും. പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാനാകുമോ? പെറ്റമ്മ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിൻ്റെ പേരെൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ 49 അധ്യായം 16 വാക്യം. നിൻ്റെ പേരെൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തുന്നത് ആരോടാണ്? എന്നോടും നിങ്ങളോടും എല്ലാവരോടും. എവ്രി ഹ്യൂമൻ ബീങ്, സകല മനുഷ്യരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. ഗർഭസ്ഥ ശിശുവും വൃദ്ധനായ രോഗിയായ അബോധാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യനും ഒരുപോലെ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജിന്നനും എല്ലാം, മതമുള്ളവനും മതമില്ലാത്തവനും, ദൈവത്തെ അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്ത നിരീശ്വരവാദിയും യുക്തിവാദിയും എല്ലാം, സകല മനുഷ്യരും ഒരുപോലെ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. നമ്മളെല്ലാം വഹിക്കുന്ന ദൈവത്തിൻ്റെ മുഖച്ഛായ. ഈ പ്രകാശമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് നൽകുന്ന പ്രകാശം, യേശു നൽകുന്ന പ്രകാശം. നമ്മൾ ലക്ഷാർത്ഥം നടത്താറുണ്ടല്ലോ, ദീപങ്ങൾ, എത്രയോ ദീപങ്ങൾ തെളിക്കുന്നു. പക്ഷേ പലപ്പോഴും ദീപങ്ങൾ തെളിച്ചിട്ട് അവസാനം ആ ദീപത്തിൽ കാണുന്ന വികൃതമായ മുഖങ്ങളാണ്. എൻ്റെ ഉള്ളിൽ തെളിയേണ്ട ദീപം പുറത്ത് തെളിച്ചുകൊണ്ടായില്ലല്ലോ. നമ്മൾ ദീപാർച്ചന നടത്താറുണ്ട്, ലക്ഷാർച്ചന. ഈ ദീപാർച്ചനയും ലക്ഷാർച്ചനയും ഒക്കെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവിക ശക്തി തന്നെയാണ് എൻ്റെ പുറത്തുമുള്ളത്. എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവം തന്നെയാണ് എൻ്റെ സഹോദരൻ പ്രവർത്തിക്കുന്നത് എന്നതിനെ പഠിപ്പിക്കുക. ഏതു പേരിൽ വിളിക്കപ്പെടട്ടെ, ഏത് മതത്തിൽ വിശ്വസിക്കട്ടെ, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യട്ടെ, എല്ലാവരും മനുഷ്യരാണ്. അതാണ് ദൈവത്തിൻ്റെ മതം. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ കുമാരനാശാൻ പാടിയത്. അപ്പോൾ ഈ സ്നേഹത്തിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കണം. ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വന്നവൻ, ലോകത്തിന് പ്രകാശമായി തീർന്നവൻ, അയാൾ സ്വയം എരിഞ്ഞാണ് പ്രകാശമായെന്ന് ഓർക്കുക. അവൻ കുരിശിൽ കെട്ടടങ്ങുമ്പോഴാണ് പുതിയ പ്രകാശമുണ്ടാവുക. ഈ പ്രകാശത്തെ കുത്തിക്കെടുത്തിയവരാണ് മനുഷ്യർ. അന്ധകാരത്തിൽ വസിക്കാൻ താല്പര്യപ്പെടുന്നവർ, ദൈവത്തെ നിഷേധിക്കുന്നവർ, ദൈവസ്നേഹത്തെ നിഷേധിക്കുന്നവർ പിന്നെ എവിടെയാണ് ഉണ്ടാകുക? അന്ധകാരത്തിൽ തപ്പിത്തടയുകയാണ്. ലക്ഷ്യമേതുമറിയാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന നിഴലുകളാണ് നമ്മളെന്ന് വയലാർ പാടുന്നുണ്ട്. എവിടെ നിന്ന് എത്തിയെന്നറിയില്ല, ഏതാണ് ലക്ഷ്യമെന്നറിയില്ല. അറിയാതെ ഈ അന്ധകാരത്തിൽ നിഴലുകൾ പോലെ തപ്പിത്തടയുന്നവരോടാണ് പറയുക, ഞാനാണ് പ്രകാശം. കണ്ണു തുറക്കൂ, ഹൃദയം തുറക്കൂ. ദൈവം ഇതാ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. കണ്ണു തുറന്ന് സ്നേഹിക്കൂ. നീ വിലപ്പെട്ടവനാണ്, വിലപ്പെട്ടവളാണ്. ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. അതിൻ്റെ പ്രകടനമാണ്, പ്രത്യക്ഷീകരണമാണ് യേശു. തൻ്റെ ഏകജാതനെ നൽകാൻ മാത്രം അത്രയേറെ ദൈവം ലോകത്തെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് ഇന്ന് നമ്മൾ ദനഹ അഥവാ പ്രത്യക്ഷീകരണമായി ആഘോഷിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സ്വാർത്ഥതയുടെയും സുഖ അഭോഗ ആസക്തികളുടെയും ഒക്കെ അന്ധകാരത്തിൽ കഴിയുന്ന ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സാഹോദര്യത്തിൻ്റെ പ്രകാശമായി അവിടുത്തെ തിരുപുത്രനെ അയച്ചത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പൂർവികരോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് അരുളി ചെയ്ത കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ സമൂഹത്തെ, ഞങ്ങളുടെ മനുഷ്യ സമൂഹത്തെ മുഴുവനും അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അങ്ങനെ വിദ്വേഷത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ശത്രുതയുടെയും ഒക്കെ തിമിരം മാറി സ്നേഹത്തിൻ്റെ പ്രകാശം ഞങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര